Hello, my dear students. How are you all? Today we are going to start the first story in your English textbook, Life with a Grandfather. Life with Grandfather is a short story written by Keshavan Shankara Pillai. Keshavan Shankara Pillai was born in 1902 and died in 1989, known as Shankar, was an Indian cartoonist and writer. ഒരു ഇന്ത്യൻ കാർട്ടൂണിസ്റ്റും ഒരു ഇന്ത്യൻ എഴുത്തുകാരനൊക്കെ ആയിട്ടുള്ള കേശവൻ ശങ്കരപിള്ളൈ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു സ്റ്റോറിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്. ആൻഡ് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ ഈസ് എ സ്റ്റോറി അബൌട്ട് എ ബോയ് നെയ്മഡ് രാജ. ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ ഈസ് എ സ്റ്റോറി അബൌട്ട് എ ബോയ് നെയ്മഡ് രാജ. ആൻഡ് ഹിയർ യു ക്യാൻ സീ എ പിക്ചർ ഓഫ് എ ഫാമിലി. A grandfather, grandma, and something like that. And there you can see some questions also. This is Raja's family. Can you guess who the members of his family are? Can you guess? ഈ ഒരു പിക്ചർ കണ്ടിട്ട് ഇത് രാജയുടെ ആരൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? Who does Raja like the best in his family? അവൻ്റെ ഫാമിലിയിൽ ആരെയായിരിക്കും അവന് കൂടുതൽ ഇഷ്ടം എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? Anyway, let's read the story and find out the answers to these questions. ഇതിൻ്റെ ഉത്തരമൊക്കെ നമുക്ക് എപ്പോൾ കിട്ടും? ഈ ഒരു കഥ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് തുടങ്ങാം. My home. Everybody call me Raja. It is not my real name, but I liked being called Raja. I lived with my grandfather and grandmother. They were my guardians. My mother died when I was young. My father left me with my grandparents who brought me up. Everybody call me Raja. എല്ലാവരും എന്നെ എന്താ വിളിക്കുന്നത്? രാജ എന്നാണ് വിളിക്കുന്നത്. Everybody, including grandfather, grandmother and everybody called him Raja. ഈ ഒരു ബോയിനെ, നമ്മുടെ ഈ കഥയിലെ ബോയിനെ വിളിക്കുന്നത് രാജ എന്നാണ്. It is not my real name. ആക്ച്വലി രാജ ഈസ് നോട്ട് ഹിസ് റിയൽ നെയിം. രാജ എന്നല്ല ശരിക്കും അവൻ്റെ പേര്. ബട്ട് ഐ ലൈക്ഡ് ബീയിങ് കാൾഡ്. ബട്ട് രാജ ലൈക്ഡ് ബീയിങ് കാൾഡ് ആസ് രാജ. എന്നാൽ രാജ എന്ന് അവനെ വിളിക്കുന്നത് അവന് ഒരുപാട് എന്താണ്, ഇഷ്ടമാണ്. അവനത് ഇഷ്ടമായിരുന്നു അങ്ങനെ വിളിക്കുന്നത്. ഐ ലിവ്ഡ് വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ. And the Raja, the boy named Raja, lived with his grandfather and grandmother. അവൻ ജീവിക്കുന്നത് ആരുടെ കൂടെയാണ്? ഗ്രാൻഡ് ഫാദറിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും കൂടെയാണ്. They were my guardians. And the grandfather and the grandmother were his guardians. Guardians means protector. അല്ലേ? അവൻ്റെ സംരക്ഷകർ എന്ന് പറയുന്നത്, അവനെ നോക്കുന്നത് ആരാണ്? ഈ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ആയിരുന്നു. My mother died when I was young. And Raja says that the sad story. His mother died when he was young. ഒരുപാട് വളരെ ചെറുപ്പമായിരിക്കുന്ന സമയത്ത് അവൻ്റെ അമ്മ എന്ത് ചെയ്തതാണ്? മരിച്ച് പോയതാണ്. And my father left me with my grandparents who brought me up. And there is also one story. What is that? His father, Raja's father, left him with his grandparents. നമ്മുടെ രാജയുടെ ഫാദർ അവൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്താക്കിയിട്ട് പോയതാണ്. അയാൾ എങ്ങോട്ടോ പോയതാണ്. അയാൾ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ആൻഡ് ഹൂ ബ്രോട്ട് മീ അപ്പ്. ബ്രോട്ട് അപ്പ് മീൻസ് വളർത്തുക. ദ ഗ്രാൻഡ് ഫാദർ ആൻഡ് ദ ഗ്രാൻഡ് മദർ വേർ ദി പേഴ്സൺസ് ഹൂ ബ്രോട്ട് രാജ അപ്പ്. രാജയെ വളർത്തി വലുതാക്കിയത് ആരാണ്? ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ആയിരുന്നു. വി ലിവ്ഡ് ഇൻ എ ലാർജ് ഹൗസ്, but we were a small family. There were grandfather, grandmother, uncle and I. We had many relatives, but they lived in their own houses. So, we lived in a large house. Raja lived in a large house. Large means very huge, വലിയ. രാജ താമസിക്കുന്നത് ഒരു വലിയ വീട്ടിലാണ്. ബട്ട് ദേ വേർ എ സ്മാൾ ഫാമിലി. വലിയ വീട്ടിലാണെങ്കിലും ദേ വേർ എ സ്മാൾ ഫാമിലി. അവരുടെ കുടുംബം വളരെ ചെറുതായിരുന്നു. ഒരുപാട് അംഗങ്ങളൊന്നും അവരുടെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ആരൊക്കെയുള്ളത്? ദർ വേർ എന്ന് പറഞ്ഞാൽ എന്താ?
അവിടെ ഉണ്ടായിരുന്നു. There were grandfather, grandmother, uncle and Raja. There were only grandfather, grandmother, uncle and രാജ. രാജയോടൊപ്പം അവിടെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും പിന്നെ ഒരു അങ്കിളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നൗ യു ക്യാൻ ആൻസർ ദി ക്വസ്റ്റ്യൻ ദാറ്റ് ആസ്ക് ദി ഫസ്റ്റ്. ആദ്യം ചോദിച്ച ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ആൻഡ് യു ക്യാൻ ഐഡന്റിഫൈ ദി പേഴ്സൺസ് ഇൻ ദാറ്റ് പിക്ചർ. ആ തന്നിരിക്കുന്ന ചിത്രത്തിൽ ആളുകൾ ആരാ എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. വി ഹാഡ് മെനി റിലേറ്റീവ്സ് ബട്ട് ദേ ലിവ്ഡ് ഇൻ ദെയർ ഓൺ ഹൗസസ്. വി ഹാഡ് മെനി റിലേറ്റീവ്സ്. ഞങ്ങൾക്ക് എന്തുണ്ടായിരുന്നു? ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. റിലേറ്റീവ്സ് മീൻസ് ബന്ധുക്കൾ. ബട്ട് ദേ ലിവ്ഡ് ഇൻ ദെയർ ഓൺ ഹൗസസ്. എന്നാൽ അവരെവിടെയാണ് താമസിക്കുന്നത്? ദെയർ ഓൺ. ഓൺ മീൻസ് സ്വന്തം. അവരുടെ വീടുകളിൽ തന്നെയാണ് താമസിക്കുന്നത്. Grandfather was a tall, strong man. He always spoke in a loud voice. He knew everyone in the village. People respected him. They came to him for advice and help. Grandfather was a tall, strong man. Tall means നല്ല ഉയരമുള്ള. Strong means കരുത്തനായ, ശക്തിയുള്ള. So grandfather was a tall, strong man. Grandfather എന്തായിരുന്നു? നല്ല ഉയരമുള്ള, സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. He always spoke in a loud voice. He always spoke in a loud voice. അയാൾ എപ്പോഴും സംസാരിക്കുന്നത് എങ്ങനെയാണ്? ഗ്രാൻഡ് always spoke in a loud voice. നല്ല ഉച്ചത്തിലാണ് എപ്പോഴും അദ്ദേഹം സംസാരിക്കാറുള്ളത്. He knew everyone in the village. And the grandfather knew everyone in the village. ആ വില്ലേജിലുള്ള എല്ലാ ആളുകളെയും, ഒട്ടുമിക്ക എല്ലാ ആളുകളെയും ഗ്രാൻഡ് ഫാദറിന് നന്നായിട്ട് അറിയാം. People respected him. And also the people in the village respected whom? Respected grandfather. Respect means ബഹുമാനിക്കുക. All the people in the village respected grandfather. ആ വില്ലേജിലുള്ള ആളുകളൊക്കെ നമ്മുടെ ഗ്രാൻഡ് ഫാദറിനെ എന്ത് ചെയ്യുമായിരുന്നു? റെസ്പെക്റ്റ് ചെയ്യുമായിരുന്നു. And they came, the villagers came to him for advices and help. For advice and help. Advice means ഉപദേശം. Help means സഹായം. എന്തെങ്കിലും സഹായമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദേശങ്ങളോ ഒക്കെ വേണ്ട സമയത്ത് വില്ലേജിലെ ആളുകളൊക്കെ ആരടുത്ത് വരാറുണ്ട്? ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് വരാറുണ്ട്. ദാറ്റ് ഈസ് ദി ക്യാരക്ടർ ഓഫ് ദി ഗ്രാൻഡ് ഫാദർ. So grandfather was a tall, strong man. He always spoke in a loud voice and he knew everyone in the village. People respected him and they came to him for advice and help. Grandmother was kind and gentle. She took good care of me. She would follow me like a shadow, saying, "Drink this milk, eat your food, have your bath, or go to bed." I did not like this, but still I loved her very much. Grandmother was a kind and gentle. Kind means ദയയുള്ള. Gentle means കൈൻഡ്, മേഴ്സിഫുൾ, ദയയുള്ള, സ്നേഹമുള്ള എന്നൊക്കെ തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. കൈൻഡ് ആൻഡ് ജെൻറ്റിൽ എന്ന് പറഞ്ഞാൽ. ഗ്രാൻഡ് മദർ വാസ് കൈൻഡ് ആൻഡ് ജെൻറ്റിൽ. ഗ്രാൻഡ് മദർ വളരെ ദയയുള്ള, സ്നേഹമുള്ള ഒരു സ്ത്രീയായിരുന്നു. ഷീ ടുക്ക് ഗുഡ് കെയർ ഓഫ് മീ. കെയർ മീൻസ് ശ്രദ്ധ. ഷീ ടുക്ക് ഗുഡ് കെയർ. ഗ്രാൻഡ് മദർ ടുക്ക് ഗുഡ് കെയർ ഓഫ് രാജ. രാജയെ നന്നായിട്ട് ആര് നോക്കും? ഗ്രാൻഡ് മദർ നോക്കാറുണ്ടായിരുന്നു. She would follow me like a shadow. And she always follow Raja like a shadow. Shadow means നിഴൽ. രാജയുടെ പിന്നിൽ ഒരു നിഴൽ പോലെയാണ് ആര് നടക്കുന്നത്? ഗ്രാൻഡ് മദർ നടക്കുന്നത്. എന്താവശ്യത്തിന് എപ്പോഴും ഗ്രാൻഡ് മദർ ഉണ്ടാവും. യു ക്യാൻ സീ ഇൻ ദാറ്റ് പിക്ചർ അല്ലേ? ദ ഗ്രാൻഡ് മദർ ഈസ് ഹോൾഡിങ് എ പ്ലേറ്റ് ഓഫ് ഫുഡ് ആൻഡ് റൺ ആഫ്റ്റർ ദി രാജ. അവനെ ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടി അവൻ്റെ പിന്നിൽ ഓടുന്നൊരു ചിത്രമൊക്കെ നിങ്ങൾക്ക് അവിടെ അങ്ങനെ കാണാം അല്ലേ? She would follow me like a shadow saying, "Drink this milk." മോനെ രാജു, നീ ഈ പാലൊന്ന് കുടിക്കി. Or eat your food. നിന്റെ ഫുഡ് നീ ഒന്ന് കഴിക്കി. Have your bath. ഒന്ന് കുളിക്കടാ. ഒക്കെ സ്നേഹത്തോടു കൂടി ഇങ്ങനെ പറയുകയാണ്. Or go to bed. കുറേ നേരമായിട്ട് ഉറങ്ങാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് go to your bed. പോയി ഒന്ന് ഉറങ്ങ് എന്നൊക്കെ സ്നേഹത്തോടു കൂടി എന്ത് ചെയ്യും? ഗ്രാൻഡ് മദർ പറയും. I did not like this. But Raja did not like this kind of words. പക്ഷെ ഇത്തരം വാക്കുകളൊന്നും ആർക്കും ഇഷ്ടമല്ല. ഇങ്ങനെ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറയുന്നത് രാജയ്ക്ക് അത്ര ഇഷ്ടമൊന്നും ആയിരുന്നില്ല. But still I loved her very much. But still
രാജ ലവ്ഡ് ഗ്രാൻഡ് മദർ വെരി മച്ച്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആരെ ഇഷ്ടമാണ്? ഗ്രാൻഡ് മദറിനെ രാജയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഗ്രാൻഡ് മദർ ഇങ്ങനെ പറയുന്നത് രാജയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും ഗ്രാൻഡ് മദറിനെ അവൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. So, grandmother was a kind and gentle. She took good care of Raja and she would follow Raja like a shadow, saying, drink this milk or eat your food, have your bath or go to bed. And still Raja did not like that, but still he loved her very much. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആർക്ക് ഒരുപാട് ഇഷ്ടമാണ്? രാജയ്ക്ക് ഗ്രാൻഡ് മദറിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. My uncle was young and very clever. My uncle was young and very clever. He helped grandfather in looking after his fields and gardens. People liked him and I too liked him very much. Whenever I was in trouble, uncle would come to my help. My uncle was young and very clever. We know that there was another member too. His uncle. ഒരു മെമ്പറും കൂടി എവിടെയുണ്ട്? ആ വീട്ടിലുണ്ടെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. Who is that? His uncle. And his uncle was young and very clever. Clever means wise. ബുദ്ധിശാലിയായ, ബുദ്ധിയുള്ള. അവൻ്റെ അങ്കിൾ എന്താണ്? വളരെ ചെറുപ്പമായിരുന്നു, അതുപോലെ നല്ല ബുദ്ധിയുമായിരുന്നു. The uncle helped grandfather in looking after his fields and gardens. Look after എന്ന് പറഞ്ഞാൽ പരിപാലിക്കുക, നോക്കി നടത്തുക എന്നൊക്കെയാണ് അർത്ഥം. So the uncle helped grandfather in looking after his fields and gardens. Field means പാടം, പറമ്പ് എന്നൊക്കെ പറയും. ഗാർഡൻ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം. ഗ്രാൻഡ് ഫാദറിൻ്റെ പാടവും പറമ്പും പൂന്തോട്ടം ഒക്കെ നോക്കി നടത്താൻ ആര് സഹായിക്കാറുണ്ടായിരുന്നു? അങ്കിൾ ഗ്രാൻഡ് ഫാദറിനെ സഹായിക്കാറുണ്ടായിരുന്നു. People liked him and I too liked him very much. All the villagers liked the uncle and Raja too liked him very much. ആ വില്ലേജിലെ ആളുകൾക്കൊക്കെ ഈ അങ്കിളിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. രാജയ്ക്കോ അതിലേറെ ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം രാജയ്ക്ക് ആരോടായിരുന്നു? അങ്കിളിനോടായിരുന്നു. കാരണം എന്താ? Whenever I was in trouble. Whenever Raja was in trouble. Trouble means problem, പ്രശ്നം. Uncle would come to my help. Uncle would come to his help. എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നത്തിൽ രാജ അകപ്പെട്ട് കഴിഞ്ഞാൽ അവനെ രക്ഷിക്കാൻ വരുന്നത് ആരാണ്? നമ്മുടെ ഈ അങ്കിൾ ആയിരുന്നു. അതുകൊണ്ടാണ് he liked the uncle too much. അതുകൊണ്ടാണ് അങ്കിളിനെ അവൻ ഒരുപാട് ഇഷ്ടം. At home, I did not have any friend to play with. Grandfather did not like my going out to play with the other children. He believed that I would be spoiled if I did so. Other children did not like to come to our house because they were afraid of grandfather. At home, I did not have any friend to play with. At home, Raja did not have means ഉണ്ടായിരുന്നില്ല. Raja did not have any friend to play with. അവനോടൊപ്പം കളിക്കാൻ ആ വീട്ടിൽ എന്തില്ല, മറ്റു കുട്ടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. And grandfather did not like him going out to play with other children. And also grandfather didn't like. grandfatherന് ഇഷ്ടമല്ലായിരുന്നു എന്ത്? him going out to play with other children in the village. ആ വില്ലേജിലെ മറ്റു കുട്ടികളോടൊപ്പം രാജ കളിക്കാൻ പോകുന്നതും ആർക്കിഷ്ടമല്ല? ഗ്രാൻഡ് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. There were a lot of children in that village, but grandfather didn't like Raja going out to play with the other children. He believed that. Grandfather believed means വിശ്വസിച്ചു. Grandfather believed that he would be spoiled if he did so. Spoil means harmed in character. സ്വഭാവത്തിൽ എന്തെങ്കിലും ദോഷം വരിക, സ്വഭാവം കേടുവരിക. So grandfather believed that he would be spoiled if he did so. അങ്ങനെ കളിക്കാൻ പോയ രാജയുടെ സ്വഭാവം മോശമാകും എന്ന് വിചാരിച്ചിട്ടാണ് ഗ്രാൻഡ്ഫാദർ എന്തിനെ സമ്മതിക്കാത്തത്? did not like him going out to play with other children. മറ്റു കുട്ടികളുടെ ഒപ്പം വിടാത്ത അതുകൊണ്ടാണ്, ഇവൻ്റെ സ്വഭാവം എങ്ങാനും കേട് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ്. Other children did not like to come to our house because they were afraid of grandfather. And also the other children in the village did not like to come to Raja's house. രാജയുടെ വീട്ടിലേക്ക് വരാൻ ആ വില്ലേജിലെ മറ്റു കുട്ടികൾക്ക് എന്തുമല്ലായിരുന്നു? ഇഷ്ടവുമല്ലായിരുന്നു. കാരണം എന്താ? ബിക്കോസ് ദേ were afraid of grandfather. ആ കുട്ടികൾക്കൊക്കെ ആരെ പേടിയാണ്? afraid മീൻസ് പേടിക്കുക, ഫിയർ.
ഗ്രാൻഡ് ഫാദറിനെ പേടിയായിരുന്നു. അതുകൊണ്ടാണ് അവരാരും എന്ത് ചെയ്യാത്തത്, ഇങ്ങോട്ട് വരാത്തത്. ദാറ്റ് മീൻസ് ദർ വേർ നോ ഫ്രണ്ട്സ് ടു രാജ. രാജയ്ക്ക് എന്തുണ്ടായിരുന്നില്ല? ഫ്രണ്ട്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. യെറ്റ്, എന്നിട്ടും, യെറ്റ് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ വാസ് നോട്ട് ഡൾ. I liked my home and the very large garden all around it. There were many trees in the garden, coconut trees, mango trees, and other kind of trees. There were birds, butterflies, and honeybees. There were many tanks with plenty of fish in them. Kingfishers, storks, and other water birds came to the tanks to catch the fish. In a corner of the compound was a grove where trees, shrubs, and creepers grew wild. Jackals, mongooses, wild cats, and owls lived in the grove. We had many cows, bulls, and bullocks. Little calves played and ran about in our garden. I liked to play with the calves, and I liked to watch the birds in the garden. I looked for jackals coming out of the grove. I ran after mongooses and I caught butterflies and reptiles. എന്താ പറയുന്നത്? യെറ്റ് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ വാസ് നോട്ട് ഡൾ. എങ്ങനെയൊക്കെയാണെങ്കിലും ഗ്രാൻഡ് ഫാദർ വാസ് നോട്ട് റെഡി ടു അലോ രാജ ടു പ്ലേ വിത്ത് അതർ സ്റ്റുഡൻസ്. മറ്റുള്ള കുട്ടികളൊപ്പം കളിക്കാൻ വിടാൻ ആര് തയ്യാറല്ല? ഗ്രാൻഡ് ഫാദർ തയ്യാറല്ല. യെറ്റ് അങ്ങനെയൊക്കെയാണെങ്കിലും ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ വാസ് നോട്ട് ഡൾ. ഡൾ മീൻസ് ബോറിങ്, ബോറടിക്കുക, ബോറിങ്. ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ വാസ് നോട്ട് എ ഡൾ ടു രാജ. രാജയ്ക്ക് ആ ഒരു ഗ്രാൻഡ് ഫാദറിൻ്റെ ഒപ്പമുള്ള ജീവിതം എന്തായിരുന്നില്ല? ബോറിംഗ് ഒന്നും ആയിരുന്നില്ല. ഐ ലൈക്ഡ് മൈ ഹോം ആൻഡ് ദ വെരി ലാർജ് ഗാർഡൻ അറൗണ്ട് ഇറ്റ്. ദർ ഇസ് എ റീസൺ. വാട്ട് ഇസ് ദ റീസൺ? രാജ ലൈക്ഡ് ഹിസ് ഹോം ആൻഡ് ദ വെരി ലാർജ് ഗാർഡൻ ഓൾ അറൗണ്ട് ഇറ്റ്. ആ വീടിന് ചുറ്റുമുള്ള വലിയ ഗാർഡനൊക്കെ ആർക്കിഷ്ടമാണ്? രാജയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. There were many trees in the garden, coconut trees, mango trees, and other kinds of trees. There were means അവിടെ ഉണ്ടായിരുന്നു. There were many trees in the garden. ആ ഗാർഡനിൽ ഒരുപാട് മരങ്ങളുണ്ട്. coconut trees, mango trees, and other kinds of trees. തെങ്ങും മാവും അങ്ങനെ തുടങ്ങി ഒരുപാട് മരങ്ങൾ അവിടെയുണ്ട്. There were birds, butterflies, and honeybirds. And also there were, അവിടെ എന്തുണ്ടായിരുന്നു? birds, butterflies, and honeybirds. ഒരുപാട് ബേർഡ്സ്, ഒരുപാട് ബട്ടർഫ്ലൈസ്, ഒരുപാട് ഹണി ബീസ് ഒക്കെ ആ ഗാർഡനിൽ ഉണ്ടായിരുന്നു. There were many ടാങ്ക് മീൻസ് അറിയാലോ, വെള്ളമൊക്കെ നിർത്താൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന ടാങ്ക്. There were many tanks with plenty of fish in them. Plenty means many, ഒരുപാട്. വിത്ത് പ്ലൻറ്റി ഓഫ് ഫിഷ് ഇൻ ദം. ആ ടാങ്കിലൊക്കെ നിറച്ച് എന്തുണ്ടായിരുന്നു? ഒരുപാട് മത്സ്യങ്ങളുണ്ടായിരുന്നു. കിങ്ഫിഷർ എന്താ? കിങ്ഫിഷർ പന്മാൻ എന്ന് പറയില്ലേ, മീൻ പിടിക്കുന്ന. കിങ്ഫിഷേഴ്സ്, സ്റ്റോക്സ് ആൻഡ് അതർ വാട്ടർ ബേർഡ്സ് കെയിം ടു ദി ടാങ്ക്സ് ടു ക്യാച്ച് ദി ഫിഷ്. ആൻഡ് ഓൾസോ ദി കിങ്ഫിഷേഴ്സ് ആൻഡ് സ്റ്റോക്ക് മീൻസ് കൊക്ക്. കിങ്ഫിഷേഴ്സ് ആൻഡ് സ്റ്റോക്സ് ആൻഡ് അതർ വാട്ടർ ബേർഡ്സ്, ഈ വെള്ളത്തിലും കരയിലൊക്കെ ജീവിക്കുന്ന തരത്തിലുള്ള പക്ഷികളുണ്ടല്ലോ. വാട്ടർ ബേർഡ്സ് കെയിം ടു ദി ടാങ്ക്സ് ടു ക്യാച്ച് ദി ഫിഷ്. വൈ ഡിഡ് ദി കിങ്ഫിഷർ, സ്റ്റോക്ക് ആൻഡ് അതർ വാട്ടർ ബേർഡ്സ് കം ടു ദി ടാങ്ക്? എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത്? ടു ക്യാച്ച് ദി ഫിഷ്. ഈ മത്സ്യത്തെ പിടിച്ച് തിന്നാൻ വേണ്ടി വരാറുണ്ടായിരുന്നു. ഇൻ എ കോർണർ ഓഫ് ദി കോമ്പൗണ്ട് വാസ് എ ഗ്രോവ് where trees, shrubs, and creepers grew wild. In a corner of the compound of that garden, ആ ഒരു ഗാർഡൻ്റെ ഒരു മൂലയിലായിട്ട് എന്തുണ്ട്? വാസ് എ ഗ്രോവ് മീൻസ് എ സ്മാൾ വുഡ്, എ സ്മാൾ ഫോറസ്റ്റ്. ഒരു ചെറിയ കാടിനെയാണ് എന്തെന്ന് പറയുക? ഗ്രോവ് എന്ന് പറയും. അവിടെ ട്രീസ്, ഷ്രബ് മീൻസ് കുറ്റിച്ചെടികൾ, ആൻഡ് ക്രീപ്പേഴ്സ് മീൻസ് വള്ളിച്ചെടി. trees, shrubs, and creepers grew wild. ആ ചെറിയ വനത്തിനുള്ളിൽ കുറേ മരങ്ങളും കുറ്റിച്ചെടികളും വള്ളികളൊക്കെ നിറഞ്ഞ് പടർന്ന് പന്തലിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്. Jackals, mongooses, wild cats, and owls lived in that grove. And in that grove there were jackals. Jackals means നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, കുറുനരി അല്ലേ? mongooses, കീരി. wild cat, കാട്ടുപൂച്ച. owl, മൂങ്ങ.
ഈ ജീവികളൊക്കെ എവിടെയുണ്ട്? ഓൾ ദീസ് കൈൻഡ്സ് ഓഫ് അനിമൽസ് were lived in the grove. ആ കാട്ടിനകത്ത് ഈ ജീവികളൊക്കെ ഉണ്ടായിരുന്നു. We had many cows, bulls and bullocks. നമുക്ക് ഒരുപാട് പശുക്കളും കാളകളൊക്കെ ഉണ്ടായിരുന്നു. And the little cows played and ran about in our garden. And the little calf means പശുക്കുട്ടി, അല്ലെങ്കിൽ ഈ ബുള്ളിൻ്റെയും കവിൻ്റെയും ഒക്കെ കുട്ടികൾക്കാണ് കാഫ് എന്ന് പറയാം. Little calves played and ran about in our garden. And all these calves played and ran about in our garden. ഈ ഗാർഡന് ചുറ്റും ഓടി നടന്ന് കളിക്കുകയായിരിക്കും ആര്? ഈ കാഫ്. I liked to play with the calves and I liked to watch the birds in the garden. And also Raja liked to play with the calves and he liked to watch the birds in the garden. ആ ഗാർഡനിലൂടെ ഈ കാഫിനോടൊപ്പം കളിക്കാനും അവിടെയുള്ള പക്ഷികളെയൊക്കെ നോക്കാനും ആർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു? രാജയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. And he looked for jackals coming out of the grove. And he always looked for jackals coming out of the grove. ആ വനത്തിനുള്ളിൽ നിന്നും ഈ ജക്കൽസ്, കുറുനരി ഇറങ്ങി വരുന്നത് ആരിങ്ങനെ നോക്കി നിൽക്കും? രാജ ഇങ്ങനെ നോക്കി നിൽക്കും. And he ran after mongooses. And he also ran after mongooses. അവൻ ഈ മംഗൂസിൻ്റെ പിന്നാലെ, കീരിയുടെ പിന്നാലെ എന്ത് ചെയ്യാറുണ്ട്? ഓടാറുണ്ട്. And he caught means ക്യാച്ചിൻ്റെ പാസ്റ്റാണ് കോട്ട്, പിടിച്ചു. ആൻഡ് ഹി കോട്ട് ബട്ടർഫ്ലൈസ് ആൻഡ് റെപ്റ്റൈൽസ്. ആ ഗാർഡനിൽ വരുന്ന ബട്ടർഫ്ലൈ മീൻസ് പൂമ്പാറ്റകൾ, ചിത്രശലഭങ്ങളെയും അതുപോലെ റെപ്റ്റൈൽസ് ഇഴജീവികളെയൊക്കെ ഇവൻ എന്ത് ചെയ്യാറുണ്ട്? പിടിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇവൻ എന്ത് ചെയ്യുന്നത്? നേരം കളയുന്നത്. ദാറ്റ്സ് വൈ ഹി സീസ് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ വാസ് നോട്ട് എ ബോറിംഗ് വൺ. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെയുള്ള ലൈഫ് എന്താവാതിരുന്നത്? ബോറിംഗ് ആവാതിരുന്നത്. Okay, my dear students, I am going to wind up this video here and let's continue on the next video. Thank you.